ജെയിൻ കനത്ത മഴയാണല്ലേ കുടയൊക്കെ പിടിച്ചു നിൽക്കുന്നത് ഇവിടെ നിന്ന് കാണുന്നുണ്ട്. അതായത് മഴ ഇപ്പോഴും തുടരുന്നുണ്ടോ പലയിടങ്ങളിലും? ഈ ഇത്രയും നേരമുള്ള പ്രശ്നം അതിന്റെ ഒരു ആഘാതം ഇപ്പോഴും വലുതായി തന്നെയാണോ ജില്ലയിൽ പലയിടത്തും നിൽക്കുന്നത്? എവിടെയൊക്കെ എങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്? പൂജ, കനത്ത മഴ എന്ന് പറയാൻ കഴിയില്ല, ചെറിയ മഴയാണുള്ളത്. പക്ഷേ ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച മഴയാണ്. അതുകൊണ്ട് തന്നെ വ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കുമളി ആനവിലാസം റോഡിലാണ്. ഇവിടെ ഒരു 100-150 മീറ്ററിന്റെ ഇടയിൽ 3 ഇടത്ത് മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. തോട്ടം തൊഴിലാളികളൊക്കെ ഇന്ന് ഞായറാഴ്ച ആണെങ്കിലും ജോലിക്ക് വേണ്ടി എത്തിയതാണ്. പക്ഷെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അതിനെ തുടർന്ന് അവർ തിരിച്ചു പോവുകയാണ്. ഇപ്പോൾ ആ കാണുന്നത് മറ്റ് ഒരു മണ്ണിടിച്ചിലാണ്. ഇതിന്റെ മേളിൽ മറ്റൊരു മണ്ണിടിച്ചിലുണ്ട്. ഇതേപോലെയാണ് പലയിടങ്ങളിലും, പ്രത്യേകിച്ച് തേക്കടിയിൽ നിന്ന് മൂന്നാറിലേക്ക് പോകുന്ന സംസ്ഥാന പാതയുണ്ട്. ആ പാതയിൽ പല സ്ഥലത്തും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വലിയ നാശനഷ്ടമുണ്ടായ നെടുങ്കണ്ടം മേഖലയിലും മഴയുണ്ടായിരുന്നു. പക്ഷേ കാര്യമായിട്ടുള്ള നാശനഷ്ടം ആ മേഖലയിൽ ഉണ്ടായിട്ടില്ല. കാര്യമായി വെള്ളം കയറിയിട്ടില്ല എന്നുള്ളതാണ് പ്രദേശത്ത് പറയുന്നത്. അവിടെ കല്ലാർ ഡാമിന്റെ നേരത്തെ 4 ഷട്ടറുകൾ ഉയർത്തി വെച്ചിരിക്കുകയായിരുന്നു. അതിൽ 3 അടച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഷട്ടർ മാത്രമാണ് തുറന്നിരിക്കുന്നത്. ഇപ്പോൾ ആ മലയിലേക്ക് നോക്കിയാൽ നേരത്തെ കാണാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ കോടമഞ്ഞ് കയറിയതുകൊണ്ടാണ് അവിടെ ഒരു 5-8 എടുത്ത് മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ കോടമഞ്ഞ് കയറിയതുകൊണ്ട് കാണാൻ കഴിയാത്തതാണ്. അപ്പൊ ഈ പ്രദേശത്തുള്ള ആളുകളുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇന്നലെ 1-2 എടുത്ത് മാത്രമേ മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് രാവിലെ നോക്കുമ്പോൾ ഒരു 5-8 എടുത്ത് മണ്ണ് ഇടിഞ്ഞു പോന്നിട്ടുണ്ട്. പക്ഷെ അത് ജനവാസ മേഖലയല്ല, കൃഷിയിടമാണ്, ഏലം കൃഷി ചെയ്യുന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള ആൾനാശം ഉണ്ടാകാതെ, അപകടമുണ്ടാകാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ആ പ്രദേശത്ത് ആളുകൾ താമസിക്കുന്നില്ല. ഇതേപോലെയാണ് പല സ്ഥലത്തും ഇപ്പോഴും മഴ തുടരുകയാണ്. മുല്ലപ്പെരിയാർ ഡാമിനെ സംബന്ധിച്ച് മുല്ലപ്പെരിയാർ ഡാമിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് കൂടുതലാണ്. ഏതാണ്ട് 17,000 ഘനയടി വെള്ളമാണ് സെക്കൻഡിൽ ഒഴുകിയെത്തുന്നത്. ഡാമിന്റെ 13 ഷട്ടറുകൾ ഉയർത്തിയിട്ടും ഡാമിലെ ജലനിരപ്പ് 139 അടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു. തീർച്ചയായിട്ടും വരും മണിക്കൂറുകളിലും മഴ ശക്തമായി തുടരുകയാണെങ്കിൽ കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കേണ്ടി വരും. അപ്പോൾ അത് പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്ന ആളുകൾക്ക് വലിയ ദുരിതം ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ നമുക്കറിയാം, മൂന്നാറ് രാജാക്കാട് മേഖലയിൽ ഹൈറേഞ്ചിന്റെ ആ ഭാഗത്ത് മഴയില്ല. പക്ഷെ അവിടെ നിന്ന് നെടുങ്കണ്ടം മുതൽ കുമളി, തേക്കടി, പീരുമേട് വരെയുള്ള ഭാഗത്ത് മഴയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ്. പൂജ.